നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ലോഡിംഗ് സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഹാഫ് ലോഡിംഗ് സ്റ്റിച്ച് 2 ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിനോട് ചേർന്ന് പാരലലായിട്ട് നമുക്കൊരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ പെൻസിലിൽ വരയ്ക്കുകയാണ് കേട്ടോ. ഇതിന് പ്രത്യേക മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് ചേർന്ന് തന്നെ വരയ്ക്കണം. അതായത് ഒരു 2 mm അല്ലെങ്കിൽ 3 mm സൈസിൽ, 3 mm സൈസും വേണ്ട, 2 mm സൈസിൽ അത്രയും ഗ്യാപ്പ് മാത്രം മതി. അത്രയും ഗ്യാപ്പിൽ നമുക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ബട്ടൺ ഹോൾ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതേപോലെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ താഴത്തെ ലൈനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴത്തെ ലൈനിൽ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം മുകളിലത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിലത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിലത്തെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ ലോക്ക് സ്റ്റിച്ച്. ഇവിടെ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ വിഡ്ത്ത് കുറവാണെന്നേ ഉള്ളൂ. വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് നല്ല കട്ടിക്കിരിക്കും. നമുക്ക് ബ്രോഡായിട്ടുള്ള ഔട്ട്ലൈനൊക്കെ കൊടുക്കണമെങ്കിൽ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ബട്ടൺ ഹോൾ ഫില്ലിംഗ് സ്റ്റിച്ചിൽ പാരലൽ ലൈൻസ് തമ്മിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഫ്ലാറ്റ് ലുക്കായിരുന്നു കിട്ടുന്നത്. അതേസമയം ഇവിടെ വിഡ്ത്ത് കുറവാണ്, പാരലൽ ലൈൻസ് അടുപ്പിച്ചല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു എംബോസ്ഡ് ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ അതൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. നമുക്കൊരു പാരലൽ ലൈൻ വരച്ചു കൊടുക്കാം. പാരലൽ ലൈനിൽ ഇതേപോലെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്തായിരുന്നു ബട്ടൺ ഹോൾ ഫില്ലിംഗ് സ്റ്റിച്ച്. അതേസമയം നമ്മുടെ ഹാഫ് ലോഡിങ്ങിൽ ഇതേപോലെ ചെറുതായിട്ടാണ് ഫില്ലിങ് വരുന്നത്. ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തുകൂടെ കാണിക്കാം. ഇതേപോലെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടായിരുന്നു ബട്ടൺ ഹോൾ ഫില്ലിങ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് ഓർമ്മ വന്ന് കാണുമല്ലോ. രണ്ടും ഒരേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഗ്യാപ്പിൽ ഡിഫറൻസ് വരുത്തിയപ്പം രണ്ടിൻ്റെ ലുക്കിലും വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഹാഫ് ലോഡിംഗ് സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു മുടിയൊക്കെ പിന്നിയിട്ട ആ ഒരു രീതിയിൽ കട്ടിക്കാണ് സ്റ്റിച്ച് കാണാനുള്ളത്. പിന്നെ സ്റ്റിച്ച് അഴിക്കുന്ന സമയത്ത് ഇതേപോലെ തുണിയിൽ ഹോൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ നീഡിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 23 റെഫർ ചെയ്താൽ മതി. അതല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലേലിസ്റ്റിൽ അരി ബേസിക് ലെവൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആൽബം ഉണ്ട്. ഡിസ്ക്രിപ്ഷനിലും ഞാൻ ബേസിക് ലെവൽ ക്ലാസ്സസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1 തൊട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ ഈ സ്റ്റിച്ചസൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ടൺ ഹോൾ സ്റ്റിച്ച് മാത്രം റെഫർ ചെയ്താൽ മതിയെങ്കിൽ ക്ലാസ് 17 തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് മനസ്സിലാവുന്നില്ല, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്കൊരു കർവ് ഫിഗർ വരയ്ക്കാം കേട്ടോ. ഒരു ഫ്ലവർ ഷേപ്പ് പോലെ ഡ്രോ ചെയ്യാം. സെൻറ്ററും നമുക്ക് പോയിൻ്റ് കൊടുക്കാതെ ഇതേപോലെ വളച്ചങ്ങ് ഡ്രോ ചെയ്താൽ മതി. പേന കൊണ്ട് ഒന്നുകൂടെ ഡാർക്കായിട്ട് വരച്ച് കാണിക്കാം കേട്ടോ. നമുക്ക് പാരലൽ ലൈൻസും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. വരയ്ക്കാതെ വേണേലും ചെയ്യാം കേട്ടോ. വരയ്ക്കാതെ നമ്മൾ തുല്യമായിട്ടുള്ള അളവിലെടുത്ത് വേണേലും ചെയ്യാം. വരച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെപ്പോഴും വരച്ചു കൊടുത്ത് തന്നെ ചെയ്താൽ മതി കേട്ടോ. വരച്ചു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. വരയ്ക്കാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ പോകും സ്റ്റിച്ച്. ഗ്യാപ്പ് ഒരുപാടാകല്ലോ കേട്ടോ. ഒരു 2 mm അല്ലെങ്കിൽ ഒരു 3 mm ഗ്യാപ്പേ ആകാവൂ. ഇതുപോലെ റഫായിട്ട് വരച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സ്റ്റിച്ചിങ് എവിടുന്ന് വേണേലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. താഴത്തെ ലൈനിന് ത്രെഡ് എടുക്കുക, മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുകളിൽ ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ കാണിക്കാത്തത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ചെയ്യുന്ന പോലെയല്ല, കർവ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കർവ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി. ഇവിടെ എങ്ങനെ ആ കർവ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ.
ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഉൾവശത്തെ ലൈന് ചെറുതും പുറമേ കുറച്ച് ഗ്യാപ്പ് കൂടുതലും ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു പിക്ചർ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കർവ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരുപാട് കർവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പിക്ചർ ഡിസൈൻ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ലൈനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ബേബി ഷവർ ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും സ്ലീവ്സിലും അതല്ലെങ്കിൽ ബാക്ക് നെക്കിലൊക്കെ നമ്മൾ പ്രഗ്നൻറ്റ് വുമൻ്റെ പിക്ചർ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഔട്ട്ലൈനായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഫില്ലിംഗ് സ്റ്റിച്ചുകളോ അല്ലെങ്കിൽ ജർദോസി വർക്കുകളൊക്കെ ചെയ്യാം. ഇവിടെ ഈ ഒരു കർവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ, പുറത്തെ കർവ് ചെറുതും അകത്തെ കർവ് വലുതുമാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അകത്തെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് കുറച്ച് ഗ്യാപ്പിൽ വേണം, പുറത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് അടുപ്പിച്ചുമായിരിക്കണം. കർവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് കർവാണോ ചെറുത് അവിടെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ വലിയ കർവിൽ ഗ്യാപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ വന്നിരിക്കുന്നില്ലേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ഇവിടെയൊക്കെ നമുക്ക് ഔട്ടറിലാണ് കർവ് വലുത് വന്നിരിക്കുന്നത്. അതായത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്ന സ്ഥലത്താണ് കർവ് വലുത്. പക്ഷേ ഇപ്പോൾ അതേ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഉൾവശത്തേക്ക് വരുന്ന കർവില്ലേ, ഉൾവശത്തേക്ക് വരുന്ന കർവിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്ന സ്ഥലത്താണ് കർവ് വലുതായിട്ട് വരുന്നത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളുണ്ട്. തുണി എപ്പോഴും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക, ത്രെഡ് ടൈറ്റായിട്ട് പിടിക്കാതിരിക്കുക, അതൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ഒരു സ്റ്റിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹൈലൈറ്റ് ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുണി ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റായിട്ടൊക്കെ ആണെന്ന് തോന്നും, പക്ഷേ ക്ലോത്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ ചെയ്ത ഡിസൈൻ ചുരുങ്ങിയിരിക്കും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് പിക്ചർ ഡിസൈൻ ആണെങ്കിലും അതല്ലെങ്കിൽ ആൽഫബറ്റ്സ് ആണെങ്കിലും ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ബ്ലൗസിലും സ്ലീവ്സിലും ഒക്കെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ പേരുകൾ എഴുതാറുണ്ട്. അപ്പോൾ ആ പേരുകൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതുപോലെ ലെഡ്കൻസിൽ ഇതുപോലെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഹാഫ് ലോഡിങ് സ്റ്റിച്ചിൽ ഈ ഒരു പിക്ചർ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു സിമ്പിൾ പിക്ചർ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനോ നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസോ അല്ലെങ്കിൽ ബ്രൈഡൽ ബ്ലൗസുകളോ അല്ലെങ്കിൽ ലെഡ്കൻസോ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഔട്ട്ലൈൻ കൂടി കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഔട്ട്ലൈൻ രണ്ട് സൈഡിലും കൊടുക്കണം കേട്ടോ, ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും കൊടുക്കണം. പിന്നെ ഔട്ട്ലൈനിന് നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം, സെറി ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അനുസരിച്ച് അതിന് ചേരുന്ന രീതിയിൽ യൂസ് ചെയ്യാം. കർവൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിനോട് ചേർന്ന് ഔട്ട്ലൈൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ഇപ്പം നമ്മൾ ഇന്നർ സൈഡ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ഔട്ടർ സൈഡിലും ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെയിനാണ് കേട്ടോ കൊടുക്കേണ്ടത്. വലിയ ചെയിൻ കൊടുത്ത് ഔട്ട്ലൈൻ ഫില്ല് ചെയ്യല്, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ചെറിയ ചെയിൻ ഔട്ട്ലൈൻ കൊടുത്തെങ്കിലേ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഹാഫ് ലോഡിങ് സ്റ്റിച്ചിന് ഞാനൊരു ഓറഞ്ച് യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്നറിൽ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഓറഞ്ച് കളർ യൂസ് ചെയ്തു. ഔട്ടറിൽ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് റെഡ് കളർ ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഔട്ട്ലൈൻ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് ഹാഫ് ലോഡിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്